ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ആദ്യം നമുക്ക് ഇവിടെ നോക്കാൻ പോകുന്നത് ഗ്രൂപ്പ് തിയറിയാണ്. നമ്മുടെ ആ ഒരു സിലബസിൽ പറഞ്ഞിട്ടുള്ളത് കുറച്ച് ബേസിക് കാര്യങ്ങൾ മാത്രമാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഒരു ലെക്ചർ പ്രധാനമായിട്ടും ഇൻട്രൊഡക്ഷൻ, എന്താണ് അതിൻ്റെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്സ്, എന്താണ് ഒരു ഗ്രൂപ്പ്, എന്താണ് ഡെഫിനിഷൻ ഓഫ് എ ഗ്രൂപ്പ്, അതുപോലെ എന്തൊക്കെയാണ് അതിൻ്റെ ചെറിയ ചെറിയ പ്രോപ്പർട്ടീസ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം നമുക്കിന്ന് നോക്കുന്നതാണ്. ഇത് ഞാൻ എടുത്തിരിക്കുന്ന റെഫറൻസ് ടെക്സ്റ്റ് കെമിക്കൽ അപ്ലിക്കേഷൻസ് ഓഫ് ഗ്രൂപ്പ് തിയറി ബൈ ആൽഫ്രഡ് എഫ് കോട്ടൺ. സോ ഇതിനകത്ത് നമുക്ക് നോക്കി നോക്കാം ആദ്യം എന്താണ് ഒരു ഗ്രൂപ്പ് എന്ന്. സോ ഗ്രൂപ്പിൻ്റെ ഡെഫിനിഷൻ. So as you know, you can see here the definition of a group. So that is a group is a collection of elements so that are interrelated according to certain rule. So certain rules ഇത് പ്രധാനമാണ്. ചില റൂൾസ് കാരണമാണ് ഇവ റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അതിനകത്ത് വരുന്ന ആ റൂൾസ് എന്നുള്ളതെല്ലാം നമുക്ക് നോക്കിയേക്കാം. പ്രധാനമായിട്ട് നമുക്കിവിടെ നോക്കുന്നത് ഇതിൻ്റെ എല്ലാം മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ആണ്. സോ ഈ ഗ്രൂപ്പ്സ് പ്രധാനമായിട്ടും സിമെട്രി ഓപ്പറേഷൻസ്, അതുപോലെ മോളിക്യൂൾസിൽ, അതുപോലെ ക്രിസ്റ്റലോഗ്രാഫി, ഇവിടെയെല്ലാം യൂസ് ചെയ്യുന്നുണ്ട് ഈ ഗ്രൂപ്പ് തിയറി. സോ എന്താണ് ഇതിൻ്റെ മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ എന്നുള്ളത് നോക്കി നോക്കാം. സോ ലെറ്റ്സ് ഡിസ്കസ് സം ഓഫ് ദ റൂൾസ് ഫോർ മേക്കിംഗ് എ ഗ്രൂപ്പ്. ആദ്യത്തെ റൂളാണ് ഈ എഴുതിയിരിക്കുന്നത്. ദ പ്രൊഡക്റ്റ് ഓഫ് എനി ടു എലമെന്റ്സ് ഇൻ ദ ഗ്രൂപ്പ് ആൻഡ് the square of each element must be an element in the group. ഇവിടെ ഞാനൊരു ടേം ഉപയോഗിച്ചിട്ടുണ്ട്, പ്രൊഡക്റ്റ് എന്ന്. സോ ഈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ മൾട്ടിപ്ലൈ എന്ന് ഉദ്ദേശിക്കുന്നില്ല. സോ ഇൻസ്റ്റഡ് ഐ എം ജസ്റ്റ് മീനിങ് ഇതൊരു കോമ്പിനേഷൻ എന്നുള്ള ഒരു മീനിങ് ആണ് ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത്. സോ ഹിയർ ഐ ഹാവ് പ്രൊഡക്റ്റ്. അതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞാൽ അത് ശരിക്കും കോമ്പിനേഷനാണ്. സപ്പോസ് ഐ ഹാവ് ടു എലമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ടു എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ തന്നെ എ ബി എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് ഇവിടെ ഈ ഗ്രൂപ്പ് തിയറിയിൽ പറയുന്നത് ഇതൊരു കോമ്പിനേഷൻ ആണെന്ന്. എ കമ്പൈൻസ് വിത്ത് ബി എന്നാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ എ മൾട്ടിപ്ലൈഡ് വിത്ത് ബി എന്നുള്ളതല്ല നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഡെഫിനിഷൻ നമ്മൾ എഴുതുമ്പോൾ, ഗ്രൂപ്പ് തിയറിയിൽ എഴുതുമ്പോൾ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക തന്നെ വേണം. നൗ മാത്തമാറ്റിക്സിൽ നമുക്കറിയാം എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതുപോലെ ബി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ബോത്ത് ആർ ദ സെയിം. ഓക്കെ, അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? സിംപ്ലി വി ആർ ജസ്റ്റ് റൈറ്റിംഗ് എ മൾട്ടിപ്ലൈഡ് വിത്ത് ബി. അങ്ങനെ ആൾജിബ്രയിൽ അത് ശരിയാണ്. കാരണം 3 × 6 എന്നുള്ളത് ഇറ്റ് ഈസ് സെയിം ആസ് 6 × 3 അല്ലേ? അതായത് എക്സ് വൈ ഈസ് ദ സെയിം ആസ് വൈ എക്സ്. ഈ പ്രോപ്പർട്ടിക്ക് പറയുന്നതാണ് നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന്. പക്ഷേ ഗ്രൂപ്പ് തിയറിയിൽ കമ്മ്യൂട്ടേറ്റീവ് ലോ ഡസ് നോട്ട് ഹോൾഡ് ഇൻ ജനറൽ. സോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻ ഗ്രൂപ്പ് തിയറി കമ്മ്യൂട്ടേറ്റീവ് ലോ ഡസ് നോട്ട് ഹോൾഡ് ഇൻ ജനറൽ. സോ കമ്മ്യൂട്ടേറ്റീവ് law does not hold in general. അത് ഒരു പ്രത്യേക സാധനം. അതായത് എ ബി ഈസ് നോട്ട് ദ സെയിം ആസ് ബി എ. അല്ലെങ്കിൽ പറയാൻ പറ്റും ഗ്രൂപ്പ് തിയറിയിൽ നോക്കിക്കഴിഞ്ഞാൽ എ ബി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് സി ആയിരിക്കും. സോ അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത്. പ്രൊഡക്റ്റ് ഓഫ് എനി ടു എലമെന്റ്സ് ഇൻ ദ ഗ്രൂപ്പ് മസ്റ്റ് ബി ആൻ എലമെന്റ് ഇൻ ദ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ അധികം എലമെന്റ്സ് എടുത്തിട്ടുണ്ട്, എ ബി സി ഡി എഫ് ഇ എഫ് ജി എച്ച് അങ്ങനെയല്ലേ. അപ്പോൾ എ കൊണ്ട് ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എ ബി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് സി ആണ് എന്ന് വിചാരിച്ചോളൂ. പക്ഷേ ബി ഇൻറ്റു എ മൈറ്റ് നോട്ട് ബി ഈക്വൽ ടു സി. ഇറ്റ് മൈറ്റ് ബി അനദർ എലമെന്റ് ഡി. ആൻഡ് സി ആൻഡ് ഡി ആർ the elements of the same group. Now there is a property. അതായത് ചില ഗ്രൂപ്പ്സ് ഉണ്ട്, ചില ഗ്രൂപ്പ്സിനകത്ത് ഈ പറയുന്നത് കോമ്പിനേഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. സോ ഇഫ് ദ കോമ്പിനേഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്, അങ്ങനെയുള്ള ഗ്രൂപ്പുകളെ പറയും അബീലിയൻ എന്ന് പറയും.
So if the combination is commutative, then this is known as abelian. ഇനി ഇവിടെ ഉപയോഗിക്കുന്ന നൊട്ടേഷൻസിനെ പറ്റിയിട്ട് ഞാനൊരു ചെറിയ കമൻറ്റ് പറയുകയാണ്. എ ബി എന്ന് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ബി എ എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. സോ എ ബി ഇതിനെ പറയുകയാണ് എ ഈസ് ലെഫ്റ്റ് മൾട്ടിപ്ലൈഡ് വിത്ത് A is left multiplied with B, അല്ലെങ്കിൽ B is left multiplied by A. Okay, B is left multiplied with by A. അതേപോലെ തന്നെ സോ അതേപോലെ ബി എ എന്ന് പറഞ്ഞാൽ എ ഈസ് ബി ഈസ് സോറി എ അല്ല ബി ഈസ് റൈറ്റ് മൾട്ടിപ്ലൈഡ് ബൈ എ. ഈ കോമ്പിനേഷൻ, ഈ പറയുന്ന കാര്യങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. കാരണം ഈ പറയുന്ന കോമ്പിനേഷൻ ഇതുപോലെ തന്നെ നമ്മൾ ഇനി ഉപയോഗിക്കണം. കാരണം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ in group theory commutative law does not hold in general. അതുകൊണ്ട് തന്നെ ഒരു മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ നടത്തുമ്പോൾ, ഒരു പ്രൊഡക്റ്റ് നടത്തുമ്പോൾ അത് എങ്ങനെയാണ് നമ്മളത് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ അവിടെ ഡിഫൈൻ ചെയ്ത് തന്നെ പറയാം. ഓക്കെ, now let us discuss about the second point. Second point പറയുന്നത് എങ്ങനെയാണ്? One element in the group must commute with all others and leave them unchanged. So one element in the group that should commute with all others and leave them unchanged. Let that element be E. Okay, അതായത് E into X should be equal to X into E, and that should be equal to X. ഓക്കെ, ഈ എലമെൻറ്റിനെ ഞാൻ പറയും ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്ന് പറയും. ഗ്രൂപ്പ് തിയറിയിൽ സാധാരണ ഐഡൻറ്റിറ്റി എലമെൻറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇ എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, സോ ഐഡൻറ്റിറ്റി എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി ഇങ്ങനെയാണ്: വൺ എലമെൻറ്റ് ഇൻ ദ ഗ്രൂപ്പ് മസ്റ്റ് കമ്മ്യൂട്ട് വിത്ത് all other elements and it leaves them unchanged. Okay, അതിനാണ് ഐഡൻറ്റിറ്റി എലമെന്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ പ്രോപ്പർട്ടി, അസോസിയേറ്റീവ് ലോ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ മസ്റ്റ് ഹോൾഡ്. അതായത് എ ഇൻറ്റു ബി സി ഷുഡ് ബി ഈക്വൽ ടു എ ബി ഇൻറ്റു സി. അതായത് ഫസ്റ്റ് ഐ ആം ലെഫ്റ്റ് മൾട്ടിപ്ലൈയിങ് സി ബൈ ബി. ആ കിട്ടിയത് വേറൊരു എലമെന്റ് ആണ്. ആ എലമെന്റിനെ എ കൊണ്ട് ലെഫ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഐ ഷുഡ് ഗെറ്റ് ദ സെയിം എലമെന്റ് ആസ് ഈ എ ബി എന്നുള്ള എലമെന്റിനെ സി കൊണ്ട് റൈറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എലമെന്റ് തന്നെ എനിക്ക് കിട്ടണം. ഓക്കെ, ഓ ഇതിനെ ഞാൻ പലതരത്തിൽ എനിക്ക് എഴുതാൻ പറ്റും. സോ ഇൻ ജനറൽ ഐ ക്യാൻ റൈറ്റ് എ ബി ഇൻറ്റു സി ഡി ഇൻറ്റു ഇ എഫ് ഇൻറ്റു ജി എച്ച് ഷുഡ് ബി ഈക്വൽ ടു എ ഇൻറ്റു ബി സി ഇൻറ്റു ഡി ഇ ഇൻറ്റു എഫ് ജി ഇൻറ്റു എച്ച് ഈക്വൽ ടു പല പല കോമ്പിനേഷൻസ് ഇത് പോസിബിൾ ആണ്. സോ ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് പ്രോപ്പർട്ടി. അടുത്ത പ്രോപ്പർട്ടി നോക്കാം. ഈച്ച് എലമെന്റ് മസ്റ്റ് ഹാവ് എ റെസിപ്രോക്കൽ which is also an element of the group. So അതിന് വേണ്ടിയിട്ട് let us take an example.
let R be the reciprocal of the element S. If R is yes, അങ്ങനെയാണെങ്കിൽ RS should be equal to SR should be equal to E, identity element. അത് ഒരു പ്രത്യേക തരത്തിൽ തന്നെ എഴുതണം, കാരണം ഇതിനകത്തൊരു വേറൊരു തിയറം കൂടി നമുക്കിവിടെ കാണാനുണ്ട്. സോ ഒരു ചെറിയ തിയറമാണ്. ആ തിയറം പറയുന്നത് എങ്ങനെയാണ്? ദ റെസിപ്രോക്കൽ ഓഫ് എ പ്രൊഡക്റ്റ് ഓഫ് 2 or more elements is equal to the product of the reciprocals in reverse order. This means that A, B, C, etc. x, y whole inverse is equal to y inverse, x inverse, etc. C inverse, B inverse, A inverse. അതായത് എ ബി സി ഡി അങ്ങനെ ഒരു പ്രൊഡക്റ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഓരോ എലമെൻറ്റിൻ്റെയും ഇൻവേഴ്സ് കണ്ടിട്ട് അതിനെ റിവേഴ്സ് ഓർഡറിൽ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് ആയിരിക്കും. ഇതൊന്ന് പ്രൂവ് ചെയ്യണം. സോ വി വിൽ ഹാവ് എ പ്രൂഫ്. അതിനു വേണ്ടിയിട്ട് ആദ്യം ഞാൻ എടുക്കുന്നത് ഒരു 3 എലമെൻറ്റ് മാത്രമുള്ള പ്രൊഡക്റ്റാണ്. ലെറ്റ് A, B, C equal to D. ഓക്കെ, ഞാൻ ഈ എലമെൻറ്റിനെ റൈറ്റ് മൾട്ടിപ്ലൈ വിത്ത് C ഇൻവേഴ്സ്, B ഇൻവേഴ്സ്, A ഇൻവേഴ്സ്. സോ what I am doing is right multiply by C inverse, B inverse, A inverse. That is ABC into C inverse, B inverse, A inverse. That is equal to D into C inverse, B inverse, A inverse. സോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സി ഇൻറ്റു സി ഇൻവേഴ്സ് ഉണ്ട്. അത് നമുക്കറിയാം ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഇ ആണ്. ദാറ്റ് മീൻസ് ദിസ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ബി ഇൻറ്റു ഇ ഇൻറ്റു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് സെയിം. ഇതിൽ ബി ഇൻറ്റു ഇ എന്ന് പറഞ്ഞാൽ ഇയുടെ ഐഡൻറ്റിറ്റി എലമെൻറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. സോ ദിസ് ഈസ് നത്തിങ് ബട്ട് ബി. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ദിസ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ബി ഇൻറ്റു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു RHS. സോ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമുക്ക് കിട്ടുന്നത് വെറും ഇ മാത്രമായിരിക്കും. സോ ഇ ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു സി ഇൻവേഴ്സ്, ബി ഇൻവേഴ്സ്, എ ഇൻവേഴ്സ്. സോ ഇതിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. ഞാൻ ഒരു ബ്രാക്കറ്റ് ഇട്ടാണ്. ഡി എന്നുള്ള എലമെൻറ്റിനെ സി ഇൻവേഴ്സ്, ബി ഇൻവേഴ്സ്, എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് കിട്ടുന്ന ഐഡൻറ്റിറ്റി എലമെൻറ്റാണ്. അപ്പോൾ എപ്പോഴാണോ ഒരു എലമെൻറ്റിനെ 2 എലമെൻറ്റ്സ് ഒരു മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടുക, ദെൻ അത് ഒരു എലമെൻറ്റ് മറ്റേ എലമെൻറ്റിൻ്റെ ഇൻവേഴ്സ് ആവും. ദാറ്റ് മീൻസ് സി ഇൻവേഴ്സ്, ബി ഇൻവേഴ്സ്, എ ഇൻവേഴ്സ് എന്നുള്ളത് ഡി എന്നുള്ളതിൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും. എന്നാൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. ഡി ഇൻവേഴ്സ് ഷുഡ് ബി ഈക്വൽ ടു ഇ അല്ലേ. പക്ഷേ നമുക്കറിയാം ഡി എന്ന് പറഞ്ഞാൽ എ ബി സി ആണ്. മീൻസ് എ ബി സി whole inverse is equal to C inverse, D inverse, A inverse. സോ ഇതാണ് നമ്മുടെ ഈ പ്രോഡക്റ്റിൻ്റെ ഇതിനകത്തുള്ള തിയറം. സോ ഇത് നമ്മൾ മെട്രിക്സിലും മാത്തമാറ്റിക്സിലും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, സോ ഇത്രയാണ് പ്രധാനമായിട്ടും ഒരു ഗ്രൂപ്പിൻ്റെ ഡിഫൈനിങ് പ്രോപ്പർട്ടീസ് വരുന്നത്.
ഇത്രയും ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഒരു ബേസിക്സ് വെച്ചിട്ടാണ് നമ്മൾ ഇനി ഗ്രൂപ്പിൻ്റെ ബാക്കിയുള്ള എല്ലാ തിയറംസും നമ്മൾ ഇനി പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ ഐ എം ഗോയിങ് ടു സ്റ്റോപ്പ് ഇറ്റ് നൗ. താങ്ക് യു.